നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ പ്രിയപുത്രൻ മൂലം തിരഞ്ഞെടുത്ത തന്റെ പുത്രന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നൽകിയ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ വീണ്ടെടുപ്പിൻ നാളിനായി അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് സൂക്ഷിക്കുന്ന ദൈവത്തിന് നമ്മോടുള്ള കരുണയ്ക്കായിട്ട് മഹത്വം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മഹിമയുടെ വലഭാഗത്തിരിക്കുന്ന നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയും. നമുക്ക് പ്രാർത്ഥനയോടെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് തിരിയാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ആ 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊണ്ട് തുടരാമല്ലോ. വെളിപ്പാട് 19:7, 8, 9. Let us rejoice and exult and give them the glory. For the marriage of the Lamb has come, and his bride has made herself ready. It was granted her to clothe herself with fine linen, bright and pure. For the fine linen is the righteous deeds of the saints. And the angel said to me, Write this, Blessed are those who are invited to the marriage supper of the Lamb. And he said to me, These are the true words of God. Praise God. Give him the glory. നമ്മളവിടെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് the bride has made ready herself. കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ വിവാഹത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഭാഗമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. അത് നമ്മെ സംബന്ധിച്ചാണ്. ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കണമെന്ന് എനിക്ക് ഇന്നലെ രാത്രി തോന്നി നമ്മുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഈ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം നടത്തുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വെറുതെ നമ്മുടെ തല ഒന്ന് വളർത്താൻ വേണ്ടിയല്ല. യേശുക്രിസ്തുവിന്റെ വരവിൽ നാം കൈവിടപ്പെടാതെ എടുത്തുകൊള്ളപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്, ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുക. അതിന് താഴെയുള്ളൂ ബൈബിൾ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ചിലർക്കൊരു പക്ഷെ തോന്നിയേക്കാം, ഇതിനുശേഷം ഞങ്ങളെ റെക്കോർഡിങ്സിൽ ഒക്കെ കേൾക്കുന്നവർക്കും തോന്നിയേക്കാം, വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിൽ ഇത്രയും വിശാലമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ രാത്രിയിൽ ഇതൊന്ന് പറയണമെന്ന് തോന്നിയത്. നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായത്. എന്നിട്ടും വ്യാഖ്യാനിക്കാതെ നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വ്യാഖ്യാനിച്ചും കൂടെ പോകണമെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ പോയിന്റുകളൊക്കെ ഓരോന്നും കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പഠനത്തിന്റെ എല്ലാം പിൻപിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ വരവിൽ നാം എടുക്കപ്പെടുക. അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട്, വെളിപ്പാട് പുസ്തക വ്യാഖ്യാനവും പഠിച്ചിട്ട്
ആ വരവിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പഠിക്കാതിരുന്നാൽ പിന്നെ ബാക്കി പഠനം കൊണ്ടൊന്നും ഒരർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിന്റെ അകത്തുൾപ്പെട്ടതല്ലെങ്കിലും നമ്മൾ അതിനെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്താക്കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ വരവാണ്. Bible of course gives us informations, but rather it is transformative. നമ്മുടെ പഠനങ്ങളെല്ലാം, അത് പ്രസംഗമായാലും ബൈബിൾ ക്ലാസ് ആയാലും ഉപവാസ പ്രാർത്ഥന ആയാലും ഒക്കെ തീർച്ചയായും നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കണം, പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയണം. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു പുസ്തകം തന്നെയല്ലേ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ തന്നെ ഏതാണ്ട് 32 വർഷമായെന്ന് എനിക്ക് തോന്നുന്നേ. 92 തൊട്ട്, കണക്കിന് മോശം. 92-ൽ തുടങ്ങിയതാ. ആദ്യമായിട്ട് ഉപദേശിയായത് 92 ജൂലൈയിലാണ്. ഇത്രയും വർഷമായിട്ട് പ്രസംഗിക്കുന്നു. ആവറേജ് ആദ്യത്തെ കുറെ കാലങ്ങൾ ആഴ്ചയിൽ 4 മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആദ്യത്തെ ചർച്ചില് ഞായറും ചൊവ്വായും വ്യാഴവും ശനി 4 ദിവസം 5 മെസ്സേജ് ആഴ്ചയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആവറേജ് 1ഉം 2ഉം മെസ്സേജുകൾ വീതം ഞാൻ ശുശ്രൂഷിക്കാറുണ്ട്. അപ്പം ഞാൻ തന്നെ ഇത്രയും വർഷമായിട്ട് പ്രസംഗിക്കുന്നു. പല പ്രസംഗങ്ങളും ആവർത്തിക്കാറുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദൈവമക്കളും ഈ കൂട്ടത്തിലുണ്ടല്ലോ. അവർക്കും അറിയാം. ഒരേ ഭാഗങ്ങൾ, ഒരേ വിഷയങ്ങൾ ലോക്കൽ ചർച്ചിലും ഞാൻ ആവർത്തിക്കാറുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ആവർത്തിക്കുമ്പോൾ കേൾവിക്കാർക്ക് എന്തെങ്കിലും പുതിയത് കിട്ടണം. തീർച്ചയായിട്ടും മെസ്സേജസ് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. പക്ഷേ എന്തെങ്കിലും പുതിയത് കിട്ടുക എന്ന അധയനക്കാരുടെ മനോഭാവം മാത്രമാകരുത് നമുക്ക്. പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും കേൾവിക്കാർക്കും അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ കുറച്ച് ജ്ഞാനികളായ മനുഷ്യർ, അവർക്ക് പുതിയതെന്തെങ്കിലും പറയുമോ എന്നാണ് അന്വേഷണം. അപ്പം സംതിങ് ന്യൂ. ദാർശനികന്മാർ, തത്വചിന്തകന്മാർ ഒക്കെ അങ്ങനെയാ. പുതിയതായിട്ടുള്ളത് എന്തെങ്കിലും കിട്ടുമോ? അപ്പം ചിലരൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കുന്നതും അങ്ങനെയാ. പ്രസംഗിക്കുന്നത് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പലതും, അത് തിരുവെഴുത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കണമെന്ന അർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥന. വേറെ ചില അങ്ങനെയല്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കേൾക്കണം. ആ പുതിയത് കൊടുത്താണ് പലയിടത്തും ദുരുപദേശങ്ങളും ഉണ്ടാകുന്നത്. എങ്കിലും ഈ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ സന്ദേശങ്ങൾ, നമ്മുടെ പഠനം നമുക്ക് പുതിയ അറിവുകൾ തരുന്നതായിരിക്കണം. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായിരിക്കണം. എന്നാൽ അതിനേക്കാൾ നമ്മുടെ സന്ദേശങ്ങളും പഠനങ്ങളും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം, നമ്മിൽ മാറ്റം കൊണ്ടുവരുന്നതായിരിക്കണം, പാപബോധം വരുത്തുന്നതായിരിക്കണം, മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിരിക്കണം, യഥാസ്ഥാനപ്പെടുത്തുന്ന സന്ദേശങ്ങളും കൂട്ടായ്മകളുമായിരിക്കണം നമ്മുടേത്. ആ ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മളിപ്പോൾ ഈ പഠനം നടത്തുന്നത്. സ്തോത്രം. മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആരും എന്നോട് ചോദിച്ചിട്ടും പരാതി പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ചിന്തിക്കാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിനായി എന്ത് ചെയ്യണം. കേവലം രക്ഷാവിശ്വാസത്താൽ മാത്രമാണ്. നമ്മൾ ആദ്യ ദിവസം തന്നെ ആ കാര്യം പഠിച്ചു. രക്ഷ ദൈവത്തിന്റെ കൃപയാലും
നമ്മുടെ വിശ്വാസത്താലും. രക്ഷയ്ക്ക് അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്, വേറെ ഒന്നുമില്ല. യേശു ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ക്രിസ്തു ചെയ്തതിനാലാണ് നമുക്ക് രക്ഷ, വീണ്ടെടുപ്പ്, പാപമോചനം. അത് കർമ്മങ്ങളാൽ അല്ല, ക്രിയകളാൽ അല്ല, സൽപ്രവർത്തികളാൽ അല്ല. സ്തോത്രം. അത് അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ നാം മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് വിശ്വാസ സ്നാനവും സ്വീകരിച്ചു, ഒരുപക്ഷെ പരിശുദ്ധാത്മാവിന്റെ ചില ബാഹ്യമായ അനുഭവങ്ങളും പ്രാപിച്ചു. എന്നാൽ പോലും കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകുവാനിടയുണ്ട് എന്ന വളരെ ഭീകരമായ ഒരു സത്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജീവനോടെ വീണ്ടും ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ആ ഉദ്ദേശം നിവർത്തിക്കുവാൻ നാം സർവാത്മന ഒരുക്കമാവുകയും ചെയ്യണം എന്നതാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠനത്തിന്റെ ഉദ്ദേശം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ സ്നാനപ്പെട്ടിട്ട് പൊങ്ങിയപ്പോൾ നേരെ തമ്പുരാൻ അങ്ങ് കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളൊന്നും വേണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ആരെയും അങ്ങനെ കൊണ്ടുപോയില്ല. നമ്മുടെ രക്ഷിക്കപ്പെട്ടതിനും സ്നാനപ്പെട്ടതിനും ശേഷം എത്ര വർഷങ്ങളായി നമ്മളൊക്കെ ഇവിടെയായിട്ട്. ഞാൻ തന്നെ 1984 ഡിസംബർ മാസം 16 രക്ഷിക്കപ്പെടുകയും 19 19 സ്നാനപ്പെടുകയും ചെയ്തതാണ്. എത്ര വർഷമായി? ഇന്നും ഭൂമിയിലുണ്ട് നമ്മളെല്ലാവരും. പല പ്രായമാണ് നമുക്കൊക്കെ. എന്തിനാ ദൈവം നമ്മെ ഇവിടെ വെച്ചേക്കുന്നേ? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാ? ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ദൈവം അതിപ്രധാനമായ സ്വർഗീയ ദാനങ്ങളും നൽകിയിട്ടുണ്ട്. ആ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ് എന്ന ദാനം. രണ്ടാമത്തേത് ദൈവവചനം, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. മൂന്നാമത്തേത് മിനിസ്റ്റേഴ്സ്, ദൈവത്തിന്റെ ദാസന്മാർ, ശുശ്രൂഷക വൃന്ദം. വേറെ ഒത്തിരി ദാനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 നമ്മൾ എപ്പോഴും പറയാറ്. ഇതെല്ലാം എന്തിനാ തന്നിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും നമ്മളെ ഇതുവരെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മദാനവും ദൈവവചനത്തിന്റെ ദാനവും ശുശ്രൂഷക വൃന്ദങ്ങളെയും, വേണമെങ്കിൽ ഒരു സംഗതി കൂടെ, കൂട്ടായ്മയ്ക്കുള്ള കൂട്ട് സഹോദരങ്ങളെ, വിശുദ്ധന്മാരെയും നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാ ഈ വിധ ദാനങ്ങളെല്ലാം നമുക്ക് തന്ന് നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി. സ്തോത്രം. ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒറ്റ കാര്യ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. പാപിയുടെ യഥാസ്ഥാനം അല്ല. നമ്മൾ കൺവെൻഷന് പ്രാർത്ഥിക്കുന്ന പോലെ പിന്മാറ്റക്കാരുടെ യഥാസ്ഥാനമല്ല, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. എഫേസ്യർ 4:12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളാണ്. അതുപോലെ അവിടെയാണ് ശുശ്രൂഷകന്മാരെ നമുക്ക് തന്നിട്ടുള്ളതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2 തിമോത്തിയോസ് 3:10
16-17 വാക്യങ്ങളിലാണ്. 2 തിമോത്തി 3:16-17 അവിടെയാണ് തിരുവെഴുത്ത് നമുക്ക് തന്നിട്ടുള്ളതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടങ്ങളിലെല്ലാം പറയുന്നത് ഇതാണ്: വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. ഇനി അതുമല്ലെങ്കിൽ നാം എല്ലാവരും ക്രിസ്തുവേശുവിൽ തികഞ്ഞവരായി തീരണം. ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. That we may be perfect in Christ. നാം ക്രിസ്തുവിൽ തികഞ്ഞവരാകേണ്ടത്. അപ്പൊ ആ ക്രിസ്തുവിൽ ഉള്ള തികവിന്റെ കാര്യങ്ങളാണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം തുടങ്ങി ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നിങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മളൊന്ന് വെറുതെ മുങ്ങിപ്പൊങ്ങിയാൽ പോരാ. ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലവും കൂടെ കായ്ക്കണം. ആ ഫലം കായ്ക്കാനുള്ള ഒരു കാലയളവാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരണം വരെയുള്ള നമ്മുടെ ജീവിത കാലയളവ്. അത് ഉപദേശിമാരായാലും ഉപദേശിമാരല്ലാത്ത വിശ്വാസികളായാലും. മനസ്സിലായോ? അപ്പോൾ ചിലര് ചിന്തിക്കും, കർത്താവിന്റെ വരവിൽ രക്ഷിക്കപ്പെട്ടു, പേരെഴുതി, സ്നാനപ്പെട്ടു, സീൽ ചെയ്ത് കഴിഞ്ഞു, മുദ്രയിട്ട് കഴിഞ്ഞു, ഇനി ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല, ഇനി എവിടെ വേണേലും പൊക്കോ. ഒരു കുഴപ്പമില്ല. അല്ല, നമ്മുടെ ജീവിതം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സമയത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് നമ്മൾ ക്രിസ്താനുരൂപരായില്ല. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ ഏകീഭവിച്ചില്ല. നാം ശൈശവാവസ്ഥയിലാണ്, ജനിച്ചു വീണതയുള്ളൂ. നമുക്ക് വിവാഹപ്രായമെത്തണം. നറു യൗവനയുക്തയായ ഒരു മണവാട്ടി പെണ്ണായി, ഒരു കാന്തയായി ദൈവസഭ തീരണം. എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും തീരണം. അതിനുള്ള ഒരു കാലയളവാണ് നമ്മുടെ ആയുഷ്കാലം. ആ ആയുഷ്കാലത്തിനകത്ത് നമ്മൾ ജീവിക്കേണ്ട ജീവിത രീതികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എങ്ങനെ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഠിക്കും. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്തെങ്കിലും വിശദീകരണം ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ വേണോ? ശരി, എങ്കിൽ നമ്മൾ ഇന്നലത്തേതിന്റെ തുടർച്ചയിലേക്ക് പോവുകയാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് Be enriched in everything in Christ and lack no spiritual gifts. കൊരിന്ത്യരോട് പൗലോസ് 1-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെ, അല്ലെങ്കിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത്. അതായത് വിശ്വാസ സംബന്ധമായി നാം എന്ത് വിശ്വസിക്കുന്നു, ദൈവവചന സംബന്ധമായി, ക്രിസ്തു പരിജ്ഞാന സംബന്ധമായി നാം എല്ലാറ്റിലും സമൃദ്ധരാകണം.
ഇന്നലെയാണെന്ന് തോന്നുന്നു സൂസൻ എന്നോട് പറഞ്ഞു, എന്നോടും റൂഫസിനോടായിട്ട് പറഞ്ഞത്, നാളെ പരീക്ഷ കഴിഞ്ഞിട്ട്, അതായത് ഇന്നലെ പറഞ്ഞതാ, പറഞ്ഞു നാളെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടനെ ക്രീഡ് ഓഫ് ഫെയ്ത്തിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചോണം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്തുവാ? പരീക്ഷ കഴിയുമല്ലയോ, അവധിയല്ലയോ, പഠിക്കട്ടെ. വിശ്വാസ പ്രമാണത്തിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് അത് മനഃപ്പാഠമാക്കിക്കണം. ഓക്കെ, ഗുഡ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് നമ്മൾ അറിയണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിനായിട്ട് പോരാടുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഇന്നലെ പഠിച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യത്തോട് അനുബന്ധമായിട്ട് ഒരു വാക്യവും കൂടെ പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും വായിക്കാം. 1 പത്രോസ് 3:15 വാക്യമാണ്. 1 Peter 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. വേദപുസ്തക സംബന്ധമായ ഡിബേറ്റ്സിൽ, സംവാദങ്ങളിൽ ഏർപ്പെടുന്നവർ എടുക്കുന്ന ഒരു വാക്യമായത്. ഉപദേശ സംരക്ഷകർ, അപ്പോളജിറ്റ്സ്, അവരും എടുക്കുന്ന ഒരു വാക്യമായത്. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും നിങ്ങൾ പ്രതിവാദം പറവാൻ ഒരുങ്ങിയിരിക്കണം. എന്ന് വെച്ചാൽ ഉത്തരം കൊടുക്കാൻ, വാദപ്രതിവാദം നടത്താനെന്നല്ല ഇവിടുത്തെ അർത്ഥം. നമ്മുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, നമ്മുടെ വിശ്വാസ വിഷയങ്ങളുടെ സംരക്ഷണത്തിനായി നാം ഒരുങ്ങിയിരിക്കണം. എങ്ങനെ വേണം? സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ എപ്പോഴും, രാവോ പകലോ, നമ്മുടെ ജോലി സമയത്തോ വിശ്രമ സമയത്തോ യാത്രയിലോ ഓഫീസിലോ ഒക്കെ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇതാണ് നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും പഠിച്ചത്. വചന സംബന്ധമായ സമൃദ്ധി, സകല പരിജ്ഞാനത്തോടും കൂടെയുള്ള സമൃദ്ധി. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ആൾക്കാർ ചോദിച്ചേക്കാം. ചിലര് കളിയാക്കി ചോദിക്കാം, ചിലര് ന്യായമായിട്ട് ചോദിക്കാം. ഞാൻ ഇന്നലെ മിനിങ്ങാൻ ഒരു സ്വപ്നം കണ്ടതായിട്ട് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള RSSന്റെ ഒരു നേതാവ്, എൻ്റെ കൂടെ പഠിച്ച ഒരാളിന്റെ ചേട്ടനാ. അദ്ദേഹവുമായിട്ട് ഞാൻ എന്തോ വിഷയങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അനിയൻ, എൻ്റെ ക്ലാസ്മേറ്റിന്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് പ്രതികൂലമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി, സ്വപ്നമാണേ, അറിയിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്നിരുന്ന ഒരു വലിയ വൃക്ഷം, ഈ ക്രിസ്മസ് ട്രീ ആയിട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു മരം വെട്ടി നമുക്ക് വീട്ടിൽ കൊണ്ടു തന്നു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടും ബഹുമാനത്തോടും പറഞ്ഞു, ചേട്ടാ സോറി, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നവരും
അനുഷ്ഠിക്കുന്നവരും അല്ല. സ്വപ്നത്തിലാണേ. അപ്പൊ അദ്ദേഹം വളരെ സ്നേഹത്തോടെ തന്റെ വീട്ടിൽ നിന്ന് ഒരു മരം വെട്ടി നമുക്ക് ക്രിസ്മസ് ട്രീ ആയിട്ട് അലങ്കരിക്കുവാൻ കൊണ്ടു തന്നപ്പോ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനാണെങ്കിലും എന്നാ പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒരു RSSന്റെ നേതാവല്ലേ എന്നും പറഞ്ഞ് വാങ്ങി വെക്കാതെ ഞാൻ അദ്ദേഹത്തോട് ഇത് ഞങ്ങൾ ആചരിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ അവിടെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ചിലപ്പോഴൊക്കെ നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ നേരിടാറുണ്ട്. ഈ കഴിഞ്ഞ ഈ ഡിസംബർ മാസത്തിൽ ഞാനും വൈഫും കൂടെ ബെന്നി ബ്രദറിന്റെ വീട്ടിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ, ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ദിവസം പറഞ്ഞിരുന്നു. ഞാൻ വണ്ടി അവരുടെ ഗേറ്റിനകത്ത് വെക്കാൻ വേണ്ടി സൂസൻ അവരുടെ വാച്ച്മാനോട് സംസാരിച്ചു. അപ്പൊ ഞാൻ വണ്ടി വെക്കാൻ പോയ നേരം കൊണ്ട് വാച്ച്മാൻ ചോദിച്ചു, എവിടെയാ പോകുന്നേ, ആരുടെ അടുക്കല? പറഞ്ഞു, എൻ്റെ അടുത്താ. അപ്പം വാച്ച്മാൻ ഇങ്ങോട്ട് പറഞ്ഞു, ഓ ശരി, ബെന്നി സാറിന്റെ വീട്ടിലാ പോകുന്നല്ലേ, അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നാ പറയുന്നത്, പക്ഷേ ക്രിസ്മസിന് പോലും ഞങ്ങൾക്കൊന്നും തന്നില്ല. ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾ കേക്കൊന്നും ഉണ്ടാക്കത്തില്ല, ഞങ്ങള് ക്രിസ്മസ് ഒന്നും ആഘോഷിക്കുന്നവരല്ലെന്ന്. നിങ്ങളും അങ്ങനെയാണോ? ഞങ്ങൾക്കൊക്കെ ഇവിടെ സംഭവിക്കുന്ന മുനിസിപ്പാലിറ്റിക്കാർ വരും, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുകാർ വരും, വാച്ച്മാൻമാർ വരും, ദീപാവലിക്ക് വരും. ദീപാവലി പിന്നെ ക്രിസ്ത്യാനികളാണ് കാണുന്നവരാണ്, ദീപാവലിക്ക് വരാൻ പോകും, ക്രിസ്മസിന് വരും. അപ്പൊ ഞങ്ങൾ പറയും, ഞങ്ങൾ ഇതൊന്നും ആചരിക്കുന്നവരല്ല. ഇപ്പൊ ഒരു 100 രൂപ 500 രൂപ അടുത്ത് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല. കൊടുക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും, ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാ. എന്നാൽ അവരോട് പോലും നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പറ്റി പറയാൻ ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴാകാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ അങ്ങേ ആഴ്ചയാണെന്ന് തോന്നുന്നു, അല്ല കഴിഞ്ഞ ആഴ്ച തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലേക്ക് പോയി. ശിവരാത്രിയുടെ ദിവസമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ വഴിയിൽ മുഴുവനും തടഞ്ഞു നിർത്തി അവരുടെ പ്രസാദം, ഭക്ഷണം, വെള്ളമൊക്കെ കൊടുക്കാൻ എല്ലാ മതങ്ങളിലെയും. ഇവിടേക്കാണെങ്കിൽ മുസ്ലിങ്ങളുടെ ചില പ്രത്യേക ഉത്സവ ദിവസങ്ങളിൽ, ഹിന്ദുക്കളുടെ, അതുപോലെ സിഖുകാരുടെ ഒക്കെ പല ഉത്സവ ദിവസങ്ങളിലും വഴി പല സ്ഥലങ്ങളിലും ആഹാരവും ഭക്ഷണപാനീയങ്ങൾ, ഒന്നുമില്ലെങ്കിൽ പ്രസാദം ഒക്കെ കൊടുക്കാറുണ്ട്. വഴി പോകുന്നവരൊക്കെ പിടിച്ചു നിർത്തി എല്ലാവർക്കും കൊടുക്കും, വണ്ടിയെ കൊണ്ടുതരും. ഞങ്ങളെയും കൈ കാണിച്ച് നിർത്താൻ ശ്രമിച്ചു. അവിടങ്ങളിലുമൊക്കെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയാം. ചിലപ്പോൾ അവർ വലിയ ഭവ്യതയോടെ കൊണ്ടുതരും. നമ്മൾ മാന്യമായി ബഹുമാനത്തോടെ നിരസിച്ചാൽ മതി. അപ്പോൾ അവർ ചോദിക്കും, എന്താ കാര്യം? നമുക്കവരോട് പറയാം. അപ്പൊ ഇങ്ങനെ ന്യായമായിട്ട് ചോദിച്ചാലും, അല്ല നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയാൻ അവസരം ഇങ്ങനെ ലഭിച്ചാലുമൊക്കെ നാം എപ്പോഴും എന്തിനൊരുങ്ങിയിരിക്കണം? നമ്മൾ വിശ്വസിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിന് പ്രാവീണ്യമുള്ളവരായിരിക്കും. We should be enriched in the word of truth to tell others about our faith.
about our Lord, about our worship. അപ്പൊ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, കർത്താവിനെ കുറിച്ച് ഒക്കെ പറയാനായിട്ട് എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം. വഴക്കിടാനല്ല. പത്രോസ് പറയുന്നു, സൗമ്യതയോടെ ഭയഭക്തി പൂണ്ട് നാം ഒരുങ്ങിയിരിക്കും. ഇതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? പാസ്റ്റർ, നമ്മളെ ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും ഫുഡ് അവിടെ വാങ്ങിച്ച് കഴിച്ചാല് അത് തെറ്റാണോ ശരിയാണോ? ഏറ്റവും ഒന്നാമത് നമ്മുടെ മനസാക്ഷി, ഏറ്റവും ഒന്നാമത് നമ്മുടെ കോൺഷ്യൻസ് എന്ത് പറയുന്നു. തിരുവെഴുത്തിൽ 2 രീതിയിലും ഉത്തരവുണ്ട്. അരുതെന്നും ആകാമെന്നും ഉത്തരവുണ്ട്. പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. പൗലോസ് ചോദിക്കുന്നു, വിഗ്രഹം എന്ന് വല്ലതും ഉണ്ടോ? അങ്ങനെ ദൈവങ്ങൾ ഇല്ല. അപ്പോൾ പിന്നെ ആ നിലയിൽ മേടിച്ച് പൗലോസ് പറയുന്ന ആ ഭാഗം അനുസരിച്ച് കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ മനസാക്ഷി എന്നൊരു സംഗതിയെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. അത് 2 കാര്യങ്ങളാ. അയ്യോ ഇത് പാവ, അയ്യോ ഇത് വേണ്ട എന്നുള്ള ഭീതിയോടുകൂടെ, സംശയത്തോടുകൂടെ നമ്മളത് വാങ്ങിച്ച് കഴിച്ചാൽ അത് നമുക്ക് ദോഷം വരുത്താനാണ് സാധ്യത. മറ്റൊന്ന്, നമുക്കിതിൽ പ്രയാസമൊന്നുമില്ല. പ്രാർത്ഥിച്ചു, പൗലോസ് പറയുന്നത് പോലെ പ്രാർത്ഥനയാൽ സകലവും വിശുദ്ധീകരിക്കപ്പെടുന്നു. കർത്താവ് ഇതിനെ വിശുദ്ധീകരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിച്ച് ഇതൊന്നും വിഗ്രഹവും കാര്യങ്ങളൊന്നും അല്ല, ഒന്നുമില്ല എന്നൊക്കെ ഉള്ള നിലയിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് കാണുകയോ അറിയുകയോ ചെയ്യുന്ന ഒരു ബലഹീന സഹോദരൻ ഇത് നിമിത്തം ഇടർച്ചയിലാകാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മളത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം. ഞങ്ങളൊക്കെ താമസിക്കുന്ന വീടുകളിൽ ഈ ഹോളിക്കായാലും ദീപാവലിക്കായാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന മിഠായി പലഹാരങ്ങളുണ്ട്. ഓരോ ഉത്സവത്തിനും, നമ്മുടെ നാട്ടിൽ ഓണത്തിന്, ഇപ്പം പിന്നെ എപ്പോഴും കിട്ടും, പണ്ടൊക്കെ ആണെങ്കിൽ ഓണത്തിനായിരുന്നല്ലോ ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, ആദ്യമായിട്ട് കൊണ്ടുതരുന്നപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇതുപോലെയാണ്, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരോ അതിനർപ്പിച്ചത് ഭക്ഷിക്കുന്നവരോ ഒന്നുമല്ല. അവരത് അങ്ങ് കൊണ്ടുപോയിട്ട് വേറെ കൊണ്ടു തന്നു. ഇനി അത് തന്നെ വേറെ പാത്രത്തിൽ ഇട്ട് കൊണ്ടുവന്ന് നമുക്കറിയത്തൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇത് പൂജയുടെ ഒന്നുമല്ല കേട്ടോ, ഇത് സാധാരണ ഭക്ഷണം. ഓക്കെ, വാങ്ങും. പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. അതേസമയം വിഗ്രഹാർപ്പിതമായിട്ട് അങ്ങനെ കൊണ്ടുതരുമ്പോൾ പൗലോസ് പറയും പോലെ വിഗ്രഹങ്ങളെന്നോ പരദൈവങ്ങളെന്നോ ഒന്നുമില്ല. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, യേശുക്രിസ്തു എന്ന ഏക കർത്താവേ നമുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വേറെ ദൈവങ്ങളും കർത്താക്കന്മാരും ഒന്നും ഇല്ല. ആ തിരിച്ചറിവോടെ ഉറച്ച മനസാക്ഷിയും ദൈവത്തിങ്കലുള്ള വിശ്വാസവും നിമിത്തം അങ്ങനെയുള്ളത് വാങ്ങിക്കഴിക്കുന്നതിൽ തെറ്റില്ല, പ്രാർത്ഥനയോടും വിശ്വാസത്തോടും. എന്നാൽ സംശയമോ ബലഹീനതയോ മറ്റുള്ളവർക്ക് ഇടർച്ചയോ ആകുന്ന അളവാണെങ്കിൽ അതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കുക. പൗലോസ് ഈ 2 ഉത്തരങ്ങളും നമുക്ക് തരുന്നു. പിന്നെ ചന്തയിൽ കിട്ടുന്നത്, പൗലോസ് പറയുന്നു അങ്ങാടിയിൽ കിട്ടുന്നത്, ഇതൊന്നും നോക്കാതെ
വാങ്ങിക്കഴിച്ചു. അതിൽ പ്രത്യേകിച്ചൊരു കാര്യം, അത് ദാനമല്ല എന്നുള്ളതാണ്. നമ്മൾ കാശ് കൊടുത്താൽ മേടിക്കുന്നത്. അപ്പൊ പിന്നെ അതിലുള്ള വേറെ വല്ലവരുടെയും അവകാശം ഉണ്ടെങ്കിലേക്ക് മാറും. കാരണം നമ്മൾ കാശ് കൊടുത്താൽ മേടിക്കുന്നത്. അതുകൊണ്ട് അങ്ങാടിയിൽ കിട്ടുന്നത് മുമ്പും പുറകും ഒന്നും നോക്കാതെ വാങ്ങി കഴിച്ചോളാൻ പറഞ്ഞത്. പക്ഷെ പാസ്റ്റേ, ഓണത്തിന്റെ പേരില് ഹോട്ടലിൽ ഭക്ഷണം കിട്ടുന്നത് നമ്മൾ പൈസ കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്? അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ഓണത്തിന്റെ സമയത്ത് ഇലക്കകത്ത് ഇങ്ങനെ തരുന്നത് അത് നമ്മൾ രൂപ കൊടുത്താണല്ലോ വാങ്ങിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് ഓണത്തിന്റെ ഇതായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. ഓണത്തിന്റെ പേരിൽ ആ പേരിൽ അവർ കച്ചവടം നടത്തുന്നേ ഉള്ളൂ. അതിന്റെ എന്താണ് പറയുന്നത്, അതിന്റെ ആരാധനയുമായിട്ടൊന്നും അതിന് ബന്ധമില്ലാത്ത കാര്യമാണ്. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിഗ്രഹാർപ്പിതവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വല്ല ഉത്സവങ്ങൾക്കും പോകുന്നതാ. ആ ഉത്സവ പോക്കൊന്നും തിരുവെഴുത്ത് നമ്മെ അനുവദിക്കുന്ന കാര്യം അല്ല. അല്ല, അങ്ങനെയെങ്കിൽ ഈ ഈ ഓണസമയത്ത് അതേ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് ഓണത്തിന് പ്രത്യേകമായിട്ട് ഇലയൊക്കെ ഇട്ട് നമ്മുടെ വിശ്വാസികളൊക്കെ ചെയ്യുന്നത് അത് ശരിയാണെന്നാണോ പാസ്റ്റർ പറയുന്നത്? അതാ പറഞ്ഞത്, ഉത്സവ ആഘോഷങ്ങൾ തെറ്റാണെന്ന്. അപ്പൊ പിന്നെ അതിനകത്ത് അതെല്ലാം ഉൾപ്പെടും. അല്ല, ഇപ്പൊ അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അല്ല, ചോദിച്ചത്. അത് തെറ്റാണെന്നായി പറഞ്ഞത്. അല്ല, അത് അവരവരുടെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ ചെയ്യുന്നേ. അത് ഉത്സവം ആഘോഷിക്കല്ലേ. കാശ് കൊടുത്താണെങ്കിലും അത് ജാതീയ ആഘോഷങ്ങളല്ലേ. അതിൽ പങ്കാളികളാകുകയല്ലേ. കാശ് കൊടുത്തത് കൊണ്ടല്ല. അതല്ല അങ്ങാടി കിട്ടുന്ന കാര്യം മേടിച്ചടിക്കാൻ പറഞ്ഞത്. അതെ അതെ. അപ്പൊ നമ്മുടെ മനസാക്ഷിയാണ് അതിന്റെ. അവിടെ മനസാക്ഷി അല്ല. അതിൽ പറഞ്ഞില്ലേ, അത് ഉത്സവമാ. അല്ല, നമ്മൾ അതിനോട് ആ ഉത്സവത്തോട് ചേരുക നേരം. അതെ, അത് തെറ്റാണെന്നാ പറഞ്ഞേ. അത് തെറ്റാകുമ്പം അതിന്റെ ഡ്രസ്സിങ് ആയാലും അതിന്റെ ആഹാരമായാലും അതെല്ലാം അതിനകത്ത് പെടും. അത് തിരുവെഴുത്ത് നഗ്നമായി ലംഘിക്കുന്ന കാര്യമാണ്. തിരുവെഴുത്ത് നഗ്നമായി അരുതെന്ന് പറയുന്ന കാര്യമാണ്. അതിന്റെ ലംഘനമാണ്. അത് പാടില്ല. ഈ അസോസിയേഷൻകാരൊക്കെ ഇടയ്ക്ക് ഓണസദ്യ നടത്തുന്നില്ല, ഓണസദ്യയും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളതിന് പോയി കഴിക്കുന്നതോ? അതായി പറഞ്ഞത്, അതെല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമല്ലേ. ഇപ്പം ഓണസദ്യ ഉണ്ടെന്നും പറഞ്ഞ് തമ്പുരാൻ ആരെയും സ്വർഗത്തിൽ കയറ്റാതിരിക്കത്തില്ല. അത് നിത്യതയെ ബാധിക്കുന്ന, രക്ഷയെ ബാധിക്കുന്ന ഒരു പാപം അല്ല. നിത്യതയെ ബാധിക്കുന്ന പാപമല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബലഹീനരായ സഹോദരങ്ങളെ മറ്റു പാപങ്ങളിലേക്കും കൂടെ തള്ളിവിടാൻ പര്യാപ്തമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ബലഹീന സഹോദരങ്ങൾക്ക് ഇടർച്ചയായി നമ്മുടെ ക്രിയകൾ തീരരുത്. അതിൽ നമ്മൾ സൂക്ഷിക്കണം. അല്ല, ഇവിടെ കുറച്ചു കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു സൺഡേയിലായിരുന്നു ഓണം. ഞങ്ങൾ ചർച്ച് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറന്റിൽ പോയി. ഞങ്ങള് കുറച്ചുപേര് പോയി. ഞങ്ങളുടെ പൈസ കൊടുത്ത ഫുഡ് കഴിച്ചു ഞങ്ങൾ. അതാണ് പറഞ്ഞത്, നമ്മൾ ആ ഉത്സവത്തിന്റെ ഭാഗമാകുന്നത് ഒഴിവാക്കണം. ആ പർട്ടിക്കുലർ ഡേറ്റിലായോണ്ട് നമ്മൾ അതിനോട് ചേരുകയല്ലേ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ഡേറ്റിലല്ലേ നമ്മൾ പോയി കഴിക്കുന്നത് ഈ ഓണസദ്യ. ഓണസദ്യ കിട്ടുന്ന ആ സമയത്തേ ഉള്ളൂ. അന്നേരം ഇപ്പം കേരള ഹൗസിൽ നമുക്ക് വാശി കേരള ഹൗസിൽ പോയി ആ സമയത്ത് ഒരു നല്ല മല്ലു മീൽ കഴിക്കാം. സോ ഇസ് ദാറ്റ് ഓണത്തിന് ഉപ്പേരി കഴിക്കാൻ പോകണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഓണസദ്യയുടെ എല്ലാ സംഗതികളും എല്ലായ്പ്പോഴും കിട്ടും. ആ സമയത്ത് മാത്രമല്ല കിട്ടുന്നത്. അന്നേരം ഈ ഉത്സവത്തിന്റെ ഒരു തിമിർപ്പുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഭക്ഷണമൊക്കെ നമുക്ക് എല്ലാ സമയത്തും ലഭിക്കുന്നതാ. ഇനിയും അതുമല്ലെങ്കിൽ നമുക്ക് വീട്ടിലായാലും ഉണ്ടാക്കി കഴിക്കാം, മറ്റ് സമയങ്ങളിലായാലും. ഇപ്പം
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഓണസദ്യക്ക് പോയി എന്നതുകൊണ്ടോ ഒരു ഓണത്തിന്റെ എന്താണ് പറയുന്നത് ഡ്രസ് ഉടുത്തു എന്നതുകൊണ്ടോ ഒന്നും നിത്യത നഷ്ടപ്പെടുന്ന പാപങ്ങളല്ല. എന്നാലും എന്നാൽ അതൊരു ഫ്രിഞ്ച് ഏരിയ അല്ലേ പാസ്റ്റർ? അതൊരു ഫ്രിഞ്ച് നമ്മളിപ്പോ ചെയ്യുമ്പോ അതാ പറയുന്നത് അതാണ്. അത് നിത്യതയെ ബാധിക്കുന്ന പാപമല്ല. നീ സ്വർഗത്തിലോട്ട് വരണ്ട, നരകത്തിൽ പോക്കോ. കാരണം നീ വാശി കേരള ഹൗസിൽ പോയി ഓണസദ്യ ഉണ്ട്, സ്വർഗത്തിൽ നിന്ന് ആരും തള്ളിക്കളയത്തില്ല. അതങ്ങനെയുള്ള പാപമല്ല. പക്ഷേ നമ്മൾ അങ്ങനെ പലതിനോടും ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കൊച്ചു സംഗതിയിലാകും. അത് നമ്മള് ഈ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ തന്നെ പഠിച്ചിരുന്നല്ലോ, ഇൻവേർട്ട് പയറ്റിയെ കുറിച്ച്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നിന്ന് ശരീരത്തിൽ ഏൽക്കുന്ന പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദനയാണ് ദൈവസന്നിധിയിൽ പ്രധാനം. ആ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കണ്ടു ആന്തരികമായ ഭക്തി. ആ ആന്തരികമായ ഭക്തി ദൈവത്തോട് നമുക്ക് അങ്ങനെയുള്ള അടുപ്പം, സ്നേഹം, എല്ലാറ്റിലും നിസ്സാര വിഷയങ്ങളിൽ പോലും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന് പ്രസാദമല്ലാത്തത് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള എല്ലാറ്റിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിരിക്കും. ഇതാണ് അതിലെ യഥാർത്ഥ സംഗതി. അതിനകത്ത് ഇന്ന സംഗതി പാപമാണോ എന്ന് നോക്കിയിട്ട് അതിലൊരു ചെറിയ പഴുത് കണ്ട് എന്നാൽ അത് ചെയ്തേക്കാം എന്ന് വെക്കുന്ന മനോഭാവം യഥാർത്ഥ ഭക്തിയിലും യഥാർത്ഥ ആത്മീയതയിലും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഏതറ്റം വരെ എനിക്ക് പോയിട്ട് നിയമം ലംഘിക്കാതിരിക്കാം, അത്രയറ്റം വരെ പോകാം എന്ന് വെക്കുന്നത് ഭക്തിയുടെ ഭാഗമല്ല. മനസ്സിലായോ? To what extent I can go and cannot lose salvation എന്നുള്ള നിലയിലേക്ക് വന്നാൽ that is not the part of true Christian godliness, true biblical spirituality. അതേസമയം നിസ്സാര കാര്യങ്ങളിൽ പോലും ദൈവത്തിന് ഹിതകരമല്ലാത്തത്, ദൈവത്തിന് പ്രസാദകരമല്ലാത്തത്, അതിൽ പ്രസാദകരമായത് മാത്രം ചെയ്യുക, അതിൽ മാത്രം ഇടപെടുക. ഇതിന് തൊട്ട് മുമ്പുള്ള ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇതൊന്നും അറിയാതെ ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരു സാധാരണ നിലയിൽ ഞാൻ പറഞ്ഞതായിരുന്നു. നമ്മുടെ ടേസ്റ്റ് ബഡ്സിനോട്, നമ്മുടെ സ്വാദുഗ്രന്ഥികളോട്, അതിൻ്റെ കൊതിയോട് നോ പറയാൻ കഴിയാത്ത ഭക്തിയും ആത്മീയതയും എന്തൊരു ഭക്തിയും ആത്മീയതയുമാ! അപ്പോൾ തന്നെ മറുഭാഗം, ക്രിസ്തീയ ഭക്തി എന്ന് പറയുന്നത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന കുറച്ച് ഡോൺസ് അല്ല. ഇന്നലെ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ. True Christianity is not, or true holy life is not something we commit or something we do. It's not just abstaining from something negative and active in something positive. No, it's not so. It's a state of our heart and our nature, our character. അരുതാത്ത ചിലതിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന് ചെയ്യേണ്ട ചിലത് ചെയ്യുന്നത് മാത്രമായി നമ്മൾ വിശുദ്ധിയെയും ഭക്തിയെയും കാണരുത്. ഇന്നലെയും മിനിയാന്ന് നമ്മൾ അതേക്കുറിച്ച് പഠിച്ചു.
മനസ്സിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. പകരം ഇതൊരു സ്വഭാവമാണെന്ന് ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് വിശാലമായിട്ട് പഠിച്ചല്ലോ. അതൊരു സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മിലേക്ക് വന്നു കഴിയുമ്പം ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, ദൈവത്തിന് പ്രസാദമല്ലാത്തതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞിരിക്കും. അതിനകത്ത് എന്താ ദോഷം, അതിനകത്ത് എന്താ തിന്മ, എന്താ നന്മ, നമ്മൾ നോക്കത്തില്ല അതിനകത്ത്. ഞാന് 1-2 ആഴ്ചക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെ നമ്മുടെ ഇടയിലും അത് പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. ഞങ്ങളുടെ യൂത്ത്സിന്റെ ഇടയിലും ഞാനത് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ പലപ്പോഴും വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജെറമായ ചാപ്റ്റർ 35, യിരെമ്യാവ് 35-ാമത്തെ അധ്യായം. അതില് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. 2-ാമത്തെ വാക്യത്തിലുണ്ട്, രേഖാബ്യ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവരണം, എന്നിട്ട് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കണം. അങ്ങനെ യിരെമ്യാവ് ചെയ്തു. അതിന്റെ 5-ാമത്തെ വാക്യത്തിലുണ്ട്. 5-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. പിന്നെ ഞാൻ രേഖാബ്യ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് ദൈവം ഒന്ന് നിർത്തിക്കണേ. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ യിരെമ്യാവ് ചെയ്യുകയാ. വീഞ്ഞു നിറച്ച കുടങ്ങളും പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് രേഖാബ്യ ഗ്രഹക്കാരെ വിളിച്ച് പറഞ്ഞ്, ദൈവം പറഞ്ഞതാ നിങ്ങൾ കുടിക്കാൻ പറഞ്ഞു. അവരുടെ മറുപടി കേട്ടോളൂ. ഇനിയും വായിച്ചു അടുത്ത വാക്യം. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകുകയുമരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പം രേഖാബ്യ ഗ്രഹത്തിന്റെ ഇളം തലമുറക്കാർ വീഞ്ഞു കുടിച്ചില്ല. കാരണം ഈ പറഞ്ഞ 6ഉം 7ഉം വാക്യങ്ങളാണ്. ഞാൻ വ്യാഖ്യാനിക്കേണ്ടതില്ലല്ലോ. അപ്പം രേഖാബിന്റെ മകനായി യോനാദാബ് ഈ തലമുറക്കാരോട് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് 8-ാം വാക്യം, അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചു വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തും ഇല്ല. കണ്ടോ? രേഖാബും പോയി, യോനാദാബും പോയി. അവരുടെ ഇളം തലമുറക്കാർ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇപ്പോഴും അപ്പനും വല്യപ്പനും പറഞ്ഞത് അനുസരിച്ചു വരുന്നു. ദൈവം ഇസ്രായേൽ മക്കളോട് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമായത്. എന്നിട്ട് 12-ാമത്തെ വാക്യം മുതൽ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, ഇസ്രായേലിലെ ജനത്തോട് പോയി നിങ്ങൾ പറയേണ്ടത് എന്താണ്, നീ പറയേണ്ടത് എന്താണ്. 14-ാം വാക്യം വായിച്ചോളൂ. രേഖാബിന്റെ മകനായ യോനാദാബ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ്
നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവിൻ. 16:16. രേഖാബിന്റെ മകനായ യോനാദാബിന്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു. ഈ ജനമോ എന്റെ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല. കണ്ടോ, ഇതാണ് ഇതില് മെസ്സേജ് എന്ന് പറയുന്നത്. രേഖാബിന്റെ മകനായ യോനാദാബ് മക്കളോട് പറഞ്ഞത് തലമുറകളായി അവർ അനുസരിച്ചു പോയി. അവരനുസരിക്കുന്നോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ ചൂരലും എടുത്തോണ്ട് യോനാദാബ് അവരുടെ കൂടെ പോകുന്നില്ല. ഞങ്ങളുടെ പപ്പായിക്ക്, ഞങ്ങളുടെ അപ്പച്ചന് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. എന്താ അതിന് കാരണം? അപ്പനോടുള്ള അവരുടെ സ്നേഹ ബഹുമാനങ്ങളാണ്. ദൈവത്തിന്റെ ദുഃഖം കണ്ടോ? രേഖാബിന്റെ മകനായ യോനാദാബിനെ ഇങ്ങനെ അക്ഷരം പ്രതി മക്കൾ അനുസരിക്കുന്നെങ്കിൽ, ഇത്രയുമെങ്കിലും ഇസ്രായേൽ ജനം എന്നെ ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ. പക്ഷെ അവര് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്നില്ല. നമുക്കും ഈ രേഖാബ്യ ഗ്രഹത്തെ പോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. എന്തൊക്കെ ദൈവത്തിന് പിണക്കമായിരിക്കത്തില്ലെന്ന് നമ്മൾ നോക്കത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടം, പ്രസാദകരമാകും എന്നൊരു കാര്യം മാത്രമേ നാം നോക്കുള്ളൂ. അപ്പം ഈ ബാഹ്യമായ സംഗതികളല്ല നമ്മുടെ ഭക്തിയെ തീരുമാനിക്കുന്നതും നിർവചിക്കുന്നതും. These external things, indulgence in these external things are not actually what decide or define our spirituality or godliness. But of course, our godliness and our spirituality will be evident in and through the things we engage in. ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളല്ല നമ്മുടെ ഭക്തിയെയും ആത്മീയതയെയും വിശദീകരിക്കുന്നതും നിർവചിക്കുന്നതും. എന്നാൽ നമ്മുടെ ഭക്തിയും നമ്മുടെ ആത്മീയതയും നമ്മുടെ പ്രവൃത്തികളിലൂടെ, ബാഹ്യ കർമ്മങ്ങളിലൂടെ വെളിപ്പെടും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ ഭക്തിയെ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഓണം ഉണ്ണാൻ പോകുന്ന അത് അതിൽ തന്നെ പാപമല്ല. ഓണസദ്യ അതിൽ തന്നെ പാപം അല്ല. എന്നാൽ നമ്മുടെ വിശ്വാസവും ഭക്തിയും വെളിപ്പെടുത്താൻ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഒരവസരമാണെങ്കിൽ നമ്മൾ അവസരത്തെ നഷ്ടപ്പെടുത്താതെ ഞാൻ അതിന് വരുന്നില്ല, എനിക്കതിപ്പോൾ വേണ്ട. കാര്യം എന്താ? നമ്മുടെ വിശ്വാസത്തിന്റെ, ദൈവത്തോടുള്ള ഭക്തിയുടെ ആ സംഗതി നമ്മുടെ സഭയിൽ തന്നെ ആയാലും കുടുംബത്തിലായാലും പറയാനും വെളിപ്പെടുത്തുവാനും സാധിക്കും. അതിനുള്ള അവസരത്തെ നാം നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവരോട് പലതിലും താതാത്മ്യപ്പെട്ടു പോവുകയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തെ ഒന്നും കൂടെ വെളിപ്പെടുത്തുന്നതിന് പറ്റിയത് അവസരം.
അത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും. അതല്ലാതെ ആ ഭക്ഷണം പൗലോസ് പറയുന്നത് പോലെ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നുമില്ല, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതുമില്ല. എന്നാൽ അന്യദൈവങ്ങളുമായുള്ള ബന്ധത്തിൽ അർപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാകുന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കെടുക്കുന്നതിന് തുല്യമാകും. അതുണ്ടാകരുത്. ഇതെല്ലാം ഇപ്പൊ ഹോട്ടലുകളിൽ ലഭിക്കുന്നത് അവരുടെ കച്ചവടം കൂട്ടാൻ വേണ്ടി അവർ ആ സമയത്ത് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഏത് പേരിൽ അത് വരുന്നത്? ആ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട ദൈവങ്ങളുടെ പേരിലാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ഏറെ അഭികാമ്യം, ദൈവത്തിന് കൂടുതൽ പ്രസാദകരം. അപ്പൊ അങ്ങനെ നമുക്ക് വീണ് കിട്ടുന്ന ഏതൊരവസരവും നമ്മുടെ വിശ്വാസത്തെ പറ്റി പറയാം. വിശ്വാസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ദ ബഞ്ച് ഓഫ് അവർ ബിലീഫ്സ്, അതാണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്. ഹിയർ ഫെയ്ത്ത് മീൻസ് ദ ക്രീഡ് ഓഫ് ഫെയ്ത്ത്, ദ ബഞ്ച് ഓഫ് ക്രിസ്ത്യൻ ബിലീഫ്സ്, ദ വെരി എസൻസ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ്സ്. അതാണ് ഇവിടുത്തെ വിശ്വാസം. പുതിയ നിയമ ഉപദേശങ്ങളുടെ അന്തസത്ത, വിശ്വാസ പ്രമാണം. അത് ഒരു കാര്യം മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം നമുക്ക് ഉൾപ്പെട്ട് നിൽക്കുന്ന ഓരോ സംഘടനയ്ക്കും അതാത് ഘടനകളുണ്ട്. ഞാൻ ചർച്ച് ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിന് 14 വിശ്വാസ പ്രമാണങ്ങളാണുള്ളത്. IPCക്ക് 16 മറ്റോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാര്യം എടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും ഇതുപോലെ 14, 16, 17 അങ്ങനെയുണ്ട്. പക്ഷെ അതിൽ കൂടുതലുണ്ട്. 25-ൽ പരം അടിസ്ഥാന വേദോപദേശങ്ങളാണ് ബൈബിളിൽ, പുതിയ നിയമത്തിൽ നമുക്കുള്ളത്. അതിൽ എല്ലാം ഒന്നും നമ്മുടെ ഒരു സഭകളും എടുത്തിട്ടില്ല എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാനത് പഠിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം എടുത്താണ് അടിസ്ഥാന വേദോപദേശങ്ങളായിട്ട് പഠിപ്പിക്കാറ്. ഞാൻ പണ്ട് 2 വർഷം മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ലോകത്തിൽ എനിക്കറിയാവുന്ന, ഞാൻ കണ്ടിട്ടുള്ള ആ സഭകളിൽ, നേപ്പാളിലെ സഭകളിലാണ് എല്ലാ ഞായറാഴ്ചയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. പെന്തക്കോസ്ത് സഭകളുടെ കാര്യം പറഞ്ഞു. മറ്റ് സാമുദായിക സഭകളിൽ അവരുടെ ആരാധനകളിലെ ഒരു ഭാഗമാണ് മിഥ്യാവിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നത്, നൈഷ്യൻ ക്രീഡ്. എന്നാൽ നേപ്പാളിലെ സഭകൾ, പെന്തക്കോസ്ത് സഭകൾ, സങ്കീർത്തന വായന അനുബന്ധിച്ച് അവര് വിശ്വാസ പ്രമാണം പാസ്റ്റർ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കും. വിശ്വാസികൾ എല്ലാവരും എല്ലാ ആഴ്ചയിലും, അവിടെ ശനിയാഴ്ചയാണ് അവരുടെ കൂട്ടായ്മ, ശനിയാഴ്ചയാണ് അവിടുത്തെ പൊതു അവധി, അതുകൊണ്ട് ശനിയാഴ്ച അവർക്ക് ആരാധനാ യോഗങ്ങൾ. അന്നവര് പാസ്റ്റർ പറയും, ജനങ്ങൾ അത് ഏറ്റുപറയും എല്ലാ ആഴ്ചയും. അതുകൊണ്ട് ഏകദേശമൊക്കെ എല്ലാവർക്കും അവരുടെ അതാത് സഭകളുടെ വിശ്വാസ പ്രമാണം അറിയാം. നമുക്കും അതറിയണം, നമ്മുടെ കുഞ്ഞുങ്ങളെയും നാം അത് പഠിപ്പിക്കണം. എങ്കിലേ
ആ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. അതിന് വിപരീതമായത് എന്തെങ്കിലും വന്നാൽ നീ ഖണ്ഡിക്കാൻ അറിയില്ലെങ്കിലും അത് ശരിയല്ലെന്ന് തിരിച്ചറിയാനെങ്കിലും അവർക്ക് അറിയാനും പറ്റുകയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്ര പേർക്കറിയാം നമ്മുടെ വിശ്വാസ പ്രമാണം എത്ര എണ്ണം ഉണ്ടെന്നും ഏതൊക്കെയാണെന്നും? ഇനിയും അത് അങ്ങനെ തന്നെ നമ്മൾ അങ്ങ് മനഃപ്പാഠമാക്കിയാൽ തന്നെ ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ നമുക്കറിയാമോ? വേറെ ആർക്കും കൊടുക്കണ്ട, നമ്മുടെ മക്കൾക്ക് തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ അതൊന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാൽ മതി. വലിയ പുസ്തകമൊന്നും എഴുതണ്ട അതിനെക്കുറിച്ച്, പക്ഷെ അർത്ഥമൊന്ന് മനസ്സിലാക്കിച്ചു കൊടുത്താൽ മതി. നമ്മുടെ സ്വന്തം വീടുകളിൽ, കുടുംബങ്ങളിൽ അത് നമ്മൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ഏത് പ്രസ്ഥാനവുമായി, സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ ആ സംഘടനയിലെ വിശ്വാസ പ്രമാണത്തെ അതിലെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ തന്നെ ഓരോ ദിവസം ഓരോന്നെടുത്ത് നിങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്താട്ടെ. ആവർത്തിക്കൂ അത്. അങ്ങനെയും നമുക്കതങ്ങ് ശീലിക്കാം. നിങ്ങളുടെ പാസ്റ്റേഴ്സ് നിങ്ങളുടെ വീടുകളിൽ വിസിറ്റിങ്ങിന് വരുമ്പോൾ അത് അവരോട് ചോദിച്ച് അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കത് പഠിക്കാമല്ലോ. അതാണ് സഭ തന്നെത്താൻ ഒരുക്കുന്നതിൻ്റെ ഒരു ഭാഗം. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് തന്നെ ഇന്ന് കുറെ കൂടെ വിശദമായിട്ടങ്ങ് വന്നു. ചോദ്യങ്ങളും കൂടെ വന്നതുകൊണ്ട് അതിൻ്റെയും കൂടെ വിശദീകരണത്തിൽ അടുത്തതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയി. എങ്കിലും ഇത് വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. മാസ്റ്റർ, ബാംഗ്ലൂരിൽ MA വർഗീസ് പാസ്റ്ററുടെ മകൻ ജോൺസൺ വർഗീസ് എല്ലാ സൺഡേയിലും ഈ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ചർച്ച്. അദ്ദേഹം ഏറ്റുചൊല്ലിക്കുന്നത് വിശ്വാസ പ്രമാണം അല്ല. അത് അവരുടെ ചർച്ചിന്റെ, അവരുടെ ആ ഇംഗ്ലീഷ് ചർച്ചിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ചെറിയ തീമ. അത് വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ചെറിയ ഭാഗം അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു ഭാഗം അതിനകത്തിലുണ്ട്. എന്നിട്ട് അതിനകത്ത് അവസാനം പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാണെന്നും ബൈബിളിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെതാണെന്നും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും അങ്ങനെയുള്ളൊരു നിലയിലേക്കാണ് അതിനെ കൊണ്ടുവരുന്നത്. അതിന്റെ ആദ്യ ഭാഗം ഓക്കെ. രണ്ടാം ഭാഗം വിശ്വാസം ഏറ്റു പറയുക എന്ന് പൊതുവെ പറയുന്ന ആ ഒരു ഭാഗമേ വരുന്നുള്ളൂ. ജോയൽ ഓസ്റ്റിനും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അത് ഞാൻ കേട്ടിട്ടില്ല. മേ ബി ഇങ്ങനെയുള്ള മിക്കവാറും ഒക്കെ ഈ ന്യൂജൻ ടൈപ്പ് സഭകളിൽ അങ്ങനെയുള്ള ഏറ്റുപറച്ചിലുകളുണ്ട്. അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് നിർത്താം. അപ്പോൾ ഉപദേശ വിഷയത്തിൽ നാം സമൃദ്ധരാകണം എന്ന് വെച്ചാൽ ഒരു വാക്യം കൂടെ വേണമെങ്കിൽ അതിനങ്ങ് വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷകന്മാർക്ക്, അധ്യക്ഷന്മാർക്കുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്നു. തിമോത്തിയോസിനുള്ള 1-ാം ലേഖനത്തിലും തീത്തോസിനുള്ള ലേഖനത്തിലും. അതില് തിമോത്തിയോസിനുള്ള 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്നു. ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലാകട്ടോ, എന്ന് വെച്ചാൽ പാസ്റ്റേഴ്സിനുള്ള യോഗ്യതകൾ, ഓവർസിയേഴ്സ്, പ്രസ്ബിറ്റേഴ്സ്, ബിഷപ്സ്, എൽഡേഴ്സ്, ഷെപ്പേർഡ്സ് എന്നൊക്കെ പറയാം. അവരെയാണ് 3-1 അധ്യക്ഷൻ. 10-16 കൂട്ടം യോഗ്യതകളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ
8-ാമത്തെ വാക്യം മുതൽ വേദപുസ്തക ഭാഷയിൽ ശുശ്രൂഷകന്മാരെ കുറിച്ച്, എന്ന് പറഞ്ഞാൽ ഡീക്കൻസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സെക്രട്ടറിയും കമ്മിറ്റിക്കാരെയും കുറിച്ച് പറയുക. അവരുടെ യോഗ്യതകളാണ് 8-ാമത്തെ വാക്യം മുതൽ. അതില് 8ഉം 9ഉം വാക്യം ഒന്ന് വായിച്ചോളൂ. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികൾ ആയിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. സ്തോത്രം. വിശ്വാസത്തിന്റെ മർമ്മം ഈ പറയുന്നത് നമ്മുടെ ഭാഷയിലെ സെക്രട്ടറിമാരെയും കമ്മിറ്റിക്കാരെ ഉദ്ദേശിച്ച്. അവരാണ് ഇവിടുത്തെ ശുശ്രൂഷകന്മാർ, ഡീക്കൻസ്. പാസ്റ്റേഴ്സ് ആണ് 1 തൊട്ട് 7 വരെ. 8 തൊട്ടുള്ളത് കമ്മിറ്റിക്കാരാണ്. അവരെ കുറിച്ചുള്ള ഒരു യോഗ്യതയാണ് ഈ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. എന്താ? വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതായത് പാസ്റ്റേഴ്സ് മാത്രം വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ. ഇങ്ങനെയൊക്കെയുള്ള യോഗ്യത വെച്ച് നമ്മുടെ സഭകളിലൊക്കെ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുക്കാൻ പോയാൽ മിക്കവാറും ആരും കാണത്തില്ല. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പം പാസ്റ്റേഴ്സ് അല്ലാത്തവര് പോലും ഈ ദൈവവചനത്തിന്റെ സത്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ പ്രാപ്തന്മാർ ആയിരിക്കണം. സ്തോത്രം. അതേ കാര്യം തന്നെ തീത്തോസിനുള്ള ലേഖനത്തിലും പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം ദൈവവചനത്തിൽ നാം സമൃദ്ധിയുള്ളവരായിരിക്കുക, അതുപോലെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആത്മാവിന്റെ ബാഹ്യമായ അനുഭവങ്ങളും കൃപാവരങ്ങളും ഉള്ളവരായും നാം കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. സഭ തന്നെത്താൻ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് ഇത് രണ്ടും. അതല്ലേ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടത് അല്പം കൂടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്കത് ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം.